എല്ലാവർക്കും റിഷ്മി ലോക്സിൻ്റെ പുതിയൊരു സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് ടാറ്റ ടിയാഗോയിലെ എക്സി ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. ഈ വേരിയൻ്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണുള്ളത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ടിയാഗോ എക്സി വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയറിൻ്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് തരുന്ന വേരിയൻ്റാണ് ഈ എക്സി വേരിയൻ്റ്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സ് ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് നെക്സോണിലൊക്കെ കണ്ട സെയിം ഹെഡ്ലൈറ്റാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം, ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരുന്നു. അത് ഹാലജനായിട്ടാവുന്നത്. താഴത്ത് കൊണ്ടുപോയി നമുക്ക് ഫോഗ് ലൈറ്റ് ഈ വേരിയൻറ്റിൽ വേണ്ടിയില്ല, നമുക്ക് ഷോറൂമിൽ ആക്സസറായിട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നമുക്ക് LED DRLs ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഈ വേരിയൻറ്റിൽ തൊട്ടാണ് DRLs വരുന്നത്. ഫ്രണ്ടിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഒരു സ്പോട്ടി ലുക്ക് വരുന്ന രീതിയിലാണ് ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആവുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നാൽ നമുക്ക് 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. ഹൈപ്പർ സ്റ്റൈൽ വീൽസാണ്. 185/70 14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഇത് അലവിയിൽ പോലെ തോന്നിക്കുന്ന ഈ കപ്പുകളാണുള്ളത്. നമുക്ക് മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇതിനകത്ത് കീലെസ് സെൻറ്റർ ആംഗിളും തന്നെ ഒരു വേരിയൻറ്റിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഡോർ ഹാൻഡിൽസ് ഇവിടെ എല്ലാം ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റേസ് ആംഗിളും തന്നെ വരുന്നില്ല. ബാക്കിൽ ബ്ലാക്ക് കളറിലുള്ള ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക്. ഇനി ബാക്കിലേക്ക് വന്നാൽ നമുക്ക് എല്ലാ വേരിയൻറ്റുകളും ബാക്കിൻ്റെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് വൈപ്പർ വരുന്നത്. ഈ വേരിയൻറ്റിൽ നമുക്ക് വൈപ്പർ വരുന്നില്ല. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോയിലർ വരുന്നില്ല. നമുക്ക് നമ്മുടെ സ്പോയിലറിൻ്റെ ലിപ്പ് പോലെ തോന്നിക്കുന്ന ബ്ലാക്ക് ഫിനിഷ് ആവുന്നത്. പിന്നെ അടുക്കായിട്ട് ഹൈമോയുടെ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗറുടെ ഗ്ലാസ്സാണ്. വൈപ്പറോ വാഷ്റൂം തന്നെ വരുന്നില്ല. ടിയാഗോയുടെ വലിയ ബാജിങ് കാണാം. വേറെ മറ്റ് വേരിയൻറ്റിൻ്റെ ബാജിങ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ടെയിലൈറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ടെയിലൈറ്റ് ഫുൾ ഹാർജനായിട്ടാവുന്നത്. സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഫുൾ ഹാർജനായിട്ടാവുന്നത്. താഴെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വേണ്ടി നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. നമുക്ക് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് തന്നെ വരുന്നില്ല. ജസ്റ്റ് അകത്തുനിന്ന് ലിവർ വലിച്ചിട്ടും അല്ലെങ്കിൽ കീ കൊണ്ട് ഓപ്പൺ ചെയ്യണം. നമുക്ക് അത്യാവശ്യം സ്ക്വയർ ഷേപ്പിലും വലിയ ബൂട്ടുകളാണ്. 370 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണുള്ളത്. വേറെ ബൂട്ട് ലൈറ്റ് കാണുന്നത് തന്നെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള 14 ഇഞ്ച് വീൽസാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. പാൾ സെറ്ററെ കാണാം. നമുക്ക് 2 പേർക്കുള്ള ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആവുന്നത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടെ തന്നെ വരുന്നില്ല. സീറ്റുകൾ ബെഞ്ച് ഫോൾഡിങ് ആവുന്നത്. സ്പ്ലിറ്റ് സീറ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇനി ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് സെൻറ്റർ കാര്യങ്ങളും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണുള്ളത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മീ ഹോം ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ കൂടിയ കീ ആണ് വരുന്നത്. നമുക്ക് ഇനി നമ്മുടെ ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ കാണാം. ബ്ലാക്ക്, നമുക്ക് ലൈറ്റ് ഗ്രേ കളറും താഴത്തെ പോർഷൻസ് എല്ലാം ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണുള്ളത്. 4 പൗണ്ടർ കൺട്രോൾ. ഡ്രൈവറിൽ വേണ്ട 1 ടച്ച് അപ്പ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് മിറർ കൺട്രോൾ ചെയ്യാനും വിൻഡോസിൽ ഓക്കെയാണ്. മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഇൻസേർട്ടിലാണുള്ളത്. സ്പീക്കർ ബില്ലാണ് 2 ട്രിപ്പിൽ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് പറഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റുകളുടെ ഒരു വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെത്ത് പാഡിൽ കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാനോട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനോടെ കാണാം. ഈ വശത്തേക്ക് വന്നാൽ നമുക്ക് ഇനി അകത്തെ ഫീച്ചേഴ്സ് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ നിൽക്കാൻ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് ഇന്ത്യയിൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെക്സോണിലും ഹാരിയറിലൊക്കെ കാണുന്ന 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനും അതിനകത്ത് ടിയാഗോയിലും വരുന്നുണ്ട്. നമുക്ക് എല്ലാ ഫിനിഷ് തരുന്ന ഡുവൽ ടോൺ കളറാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ലേ ഔട്ടും കളർ ടോണും എല്ലാം ബേസ് ചെയ്യേണ്ടത് ടോപ്പ് ആൻഡ് സിമിലർ ആയിട്ടാവുന്നത്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീലിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് നെക്സോണിലൊക്കെ കണ്ട ഇലമിനേറ്റഡ് സ്റ്റിയറിംഗ് വീല് ടിയാഗോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. താഴെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ലെതർ അബ്ഡുന്ന നോർമൽ സ്റ്റിയറിംഗ് ആണ്. പിടിക്കാൻ അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും പലവശത്ത് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ക്രൂസ് കൺട്രോൾ ആണെങ്കിലും തന്നെ ഈ വേരിയൻറ്റിലും ഇല്ല, ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത്. ഇടവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും പലവശത്ത് ഏറ്റവും കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് ഓപ്ഷൻസ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക്
ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് യൂണിറ്റ് ആവുന്നത്. സ്പീഡോമീറ്ററും ആർപിഎം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇടയ്ക്കൊരു ഇൻഫോർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അകത്തൊരു എല്ലാ ഇൻഫോർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് 20 എല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനി സെൻട്രലിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നെക്സോണിലും ഹരിയറിലൊക്കെ കാണുന്ന 10.25 ഇഞ്ചിന് ഇൻഫർടൈൻ സ്ക്രീൻ ആവുന്നത്. അത് 4 സ്പീക്കറും 2 ട്യൂട്ടറും കൂടി അസിസ്റ്റ് ആവുന്നത്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് പാർക്ക് അസിസ്റ്റ് അതായത് റിവേഴ്സ് ക്യാമറ വന്നിട്ട് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഞങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസ് അകത്ത് കൊടുത്തിട്ട് ഫുൾ സ്ക്രീനിലെ ക്യാമറ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹസാറായിട്ടാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാക്കിയെല്ലാം ഡെമി ഫീച്ചേഴ്സ് ആയിട്ടാണ്. ഇപ്പോൾ ടിയാഗോയുടെ ബാഡ്ജിങ് കാണാം. താഴത്ത് കൊണ്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നത്. എക്സ്റ്റി വേരിയൻറ്റിൽ മാനുവൽ AC കൺട്രോൾസ് ആണ്. താഴത്ത് കൊണ്ട് നമുക്ക് ടൈപ്പ് C ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് 12 വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ AMD ഗെയിലർ കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. സെൻറ്റർ ആംസ്റ്റ് അങ്ങനെ തന്നെ വരുന്നില്ല. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റോടെ സീറ്റുകളാണുള്ളത്. സീറ്റ് ബെൽറ്റ് ഹാറ്റ് അഡ്ജസ്റ്റ് ആണ് ഓപ്ഷൻ വേണ്ടില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോർ ഡ്രൈവർ സൈഡിൽ സംവൈസസ് വിത്ത് മിറർ ആണ്. മാനുവൽ ഡിമ്മിങ്ങൾ IR VMs ആണ്. ഡ്രൈവർ സൈഡിൽ സംവൈസസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണുള്ളത്. നമുക്ക് ഈ സെൻട്രലായിട്ടാണ് ഈ റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. LED ആയിട്ടാണുള്ളത്. ഫ്രണ്ടിൽ റീഡിംഗ് ലൈറ്റ് ഒന്നും തന്നെ വരുന്നില്ല. ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഗ്ലോ ബോക്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് ഉള്ളത്. ഇനി ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ ലുക്ക്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വരെയായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് 80 ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ തുറക്കാൻ പറ്റും. കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പാഡെല്ലാം ഡുവൽ ടൺ കളറിൽ കൊടുത്തിരിക്കുന്നു. സോഫ്റ്റ് ടച്ചെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പവർ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം സെറ്റിലാണ്. സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നു. ട്യൂട്ടർ ബില്ല് കാണാം. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഈ ടിയാഗോക്ക് ബാക്കിൽ AC വെൻസ് വരുന്നില്ല. നമുക്ക് ആദ്യം ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആവുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഹെഡ് റെസ്റ്റൊന്നും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീ ബെൽറ്റ് കൊടുത്തിരിക്കുന്നു. ഐസോഫിക്സ് സ്റ്റൈൽ സെറ്റിൻ്റെ ഓപ്ഷൻ കാണാം. ഇനിയിപ്പോൾ അകത്തേക്ക് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിൻ്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം മാസി മോഡലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. നമുക്ക് ഇനി ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലെവറിനാൽ പോലും ഏകദേശം 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കുള്ള സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ടിയാഗോൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് കൊണ്ടുവന്നാൽ ബേസ് ചെയ്തിട്ട് ടോപ്പ് എൻഡ് വരെ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡ് ആയിട്ട്. 6 എയർ ബാഗ് ഇതുവരെ വന്നിട്ടില്ല. ABS CBD ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഐസോഫിക്സ് മൗണ്ട്സ് ടയർ പ്രഷർ മോണിറ്ററിങ് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് ആൻഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണുള്ളത്. ഗ്ലോബൽ എൻക്യാപ്പ് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ ടാറ്റ ടിയാഗോ. നമുക്ക് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക് മാനുവൽ അവൈലബിൾ ആണ്. നമുക്ക് അതിന് ഗിയർ ബോക്സിൽ നമുക്ക് മാനുവലിൽ നമുക്ക് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്. ഓൺ റോഡ് പ്രൈസിലേക്ക് കൊണ്ടുവന്നാൽ ബേസ് വേണ്ടി തൊട്ട് നമുക്ക് 8,60,000 രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ്. സെക്കൻഡ് വേണ്ട XMൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നത് 9,65,000 രൂപയുടെ ആണ് ഓൺ റോഡ് പ്രൈസ്. ഇനി എക്സിയിലേക്ക് കൊണ്ടുവന്നാൽ എക്സിയുടെ ഓൺ റോഡ് പ്രൈസ് വന്നത് 10,50,000 രൂപ വരെയാണ്. എക്സി ഓട്ടോമാറ്റിക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നത് 10,52,000 രൂപയാണ്. അപ്പോൾ എക്സി പ്ലസ് ടോപ്പ് എൻ്റെ വേണ്ടിയിട്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് 10,53,000 രൂപയാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതും കൂടി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. ടിയാഗോൻ്റെ എക്സി വേണ്ടി നമുക്ക് ടോപ്പ് എൻ്റെ വേണ്ടി സൺലോക്സിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. പുതിയ വീഡിയോ കാണാൻ അവർ ബൈ ബൈ.